തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനുള്ള പ്രചരണം അവസാനിക്കാൻ 5 ദിനം മാത്രം ശേഷിക്കെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ലഹരിയിൽ. ദേശീയ നേതാക്കളുടെ പ്രചരണമാണ് അന്തിമഘട്ടത്തെ ആവേശത്തിലാക്കുന്നത്. ചർച്ചാ വിഷയങ്ങൾ മാറി മാറി വരുന്നത് മുന്നണികളെ ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ തകർപ്പൻ വിജയം നിലനിർത്തുക എന്ന ദൗത്യവുമായാണ് UDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത്. എന്നാൽ സീറ്റ് വിഭജനത്തിലുണ്ടായ പ്രശ്നങ്ങളും തർക്കങ്ങളും മുന്നണിയെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിസന്ധിയിൽ നിർത്തി. കോൺഗ്രസ് അധികാരം സ്വപ്നം കണ്ട തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ റിബലുകൾ കടുത്ത വെല്ലുവിളി തീർക്കുന്നു. ഉറപ്പുള്ള കണ്ണൂരിലാകട്ടെ ശക്തികേന്ദ്രമായ പള്ളിക്കുന്നിലെ സാധ്യതകളെ മുഴുവൻ ഇല്ലാതാക്കി റിബലുകൾ കളം നിറഞ്ഞു. മലപ്പുറത്ത് കോൺഗ്രസും ലീഗും രണ്ട് ചേരിയിലായി. തർക്കങ്ങൾ തീർത്ത് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നതിനിടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി തന്നെ നായകനെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രഖ്യാപനം നടത്തിയത്. സമയമായില്ലെന്ന് പറഞ്ഞ് നീരസവുമായി ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയതോടെ ചർച്ചകൾ നായകനെ ചൊല്ലിയായി. SNDP BJP ബന്ധത്തെ നേരിടുന്നതിൽ കാണിച്ച ഐക്യവുമായാണ് ഇടതുമുന്നണിയും CPIM-ഉം തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയത്. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ ഇടതുമുന്നണി എന്നാൽ മുസ്ലിം ലീഗിനോടുള്ള സമീപനത്തെ ചൊല്ലി കലഹിക്കുന്നതാണ് പിന്നെ കണ്ടത്. ഒടുവിൽ VS-ന്റെ പേരുയർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നായകനിലേക്ക് തന്നെ ചർച്ചകളെ CPI നേതാവ് C ദിവാകരൻ എത്തിച്ചു. SNDP ബന്ധമുണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം സ്വപ്നം കണ്ട BJP തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ മികച്ച പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത്. വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനമുയർത്തി VS നയിച്ച പ്രചരണം BJP-യെയും ആശങ്കയിലാക്കി. SNDP ബന്ധം പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ഒടുവിൽ പാർട്ടിക്ക് പുറത്തുള്ള മുൻ നേതാക്കളെ തിരിച്ചെത്തിക്കുന്നതിനെ എതിർത്ത് സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ തന്നെ രംഗത്തെത്തിയത് പാർട്ടിയിൽ പുതിയ വിവാദത്തിന് ഇടയാക്കി. മിസ്ഡ് ഗോൾ വിവാദം BJP നേതാക്കൾക്കിടയിലെ ഭിന്നത മറനീക്കി പുറത്തു കൊണ്ടുവന്നു. അവസാന ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കി രംഗം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.